ഏവർക്കും വന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈന്തപ്പന എന്ന ഒരു വൃക്ഷത്തെക്കുറിച്ചൊരു ചിന്തയാണ്. ഈന്തപ്പന നമുക്കിന്ന് സർവ്വസാധാരണമായി പരിചയമുള്ള ഒരു വൃക്ഷമായി മാറിയിരിക്കുകയാണ്. ഒരു വിദേശ വൃക്ഷമാണെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം കൂടെയാണ്. അലങ്കാരത്തിന് വേണ്ടി നമ്മുടെ മുറ്റത്തൊക്കെ വെച്ചുപിടിപ്പിക്കുന്ന ഒരു വൃക്ഷമായി ഇന്ന് ഈന്തപ്പന മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിസരങ്ങളിലുമൊക്കെ ചില വീടുകളിലും മറ്റിടങ്ങളിലുമൊക്കെ ഇത് പുഷ്പിച്ചു നിൽക്കുന്ന, കാഴ്ച നിൽക്കുന്ന മനോഹരമായ കാഴ്ച വളരെ നയനാനന്ദമായ ഒരു കാഴ്ചയാണ്, നയനമനോഹരമായ ഒരു കാഴ്ചയാണ്. പൊതുവെ ഈന്തപ്പന എന്ന വൃക്ഷം അത് മരുഭൂമിയിൽ വളരുന്ന ഒരു വൃക്ഷമായിട്ടാണ് നാം കണ്ടുവരുന്നത്. മരുഭൂമിയിൽ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞൊരു കാലാവസ്ഥയിലും ആ മരുഭൂമിയെ വിരുന്നൂട്ടാൻ വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന, പ്രത്യേക കഴിവ് കൊടുത്തിരിക്കുന്ന, പ്രത്യേക സർഗശേഷി തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വൃക്ഷമാണ് ഈന്തപ്പന എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈന്തപ്പനയുടെ ഫലം, ഈന്തപ്പഴം വളരെ പോഷകസമ്പന്നമാണ്, വളരെ സ്വാദിഷ്ടമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞൊരു കാലാവസ്ഥയിൽ ആ മരുഭൂമിയുടെ കഠിനതയെ കുറയ്ക്കാൻ, മരുഭൂമിയിൽ ഒരു മരുപ്പച്ചയെ തന്നെ ഉണ്ടാക്കാൻ ഈന്തപ്പനകളുടെ കൂട്ടങ്ങൾക്ക് കഴിവുള്ളതാണ്. മരുഭൂമിയിലെ കഠോരമായ കാലാവസ്ഥകളിലൂടെ യാത്ര ചെയ്ത് ക്ഷീണിക്കുന്ന മനുഷ്യന് ആശ്വാസത്തിൻ്റെ ഒരു തുരുത്തായി തീരാൻ ഈ പനക്കൂട്ടങ്ങൾക്ക് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ കാലാവസ്ഥയിൽ വളരെ ഹരിതാഭയോടെ, കരുത്തോടെ, ബലത്തോടെ, ശക്തിയോടെ ആ മരുഭൂമിയിലെ ഊഷരമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് അതിജീവനത്തിൻ്റെ മനോഹരമായ ആശയങ്ങൾ മനുഷ്യഹൃദയത്തിലേക്ക് സംവദിക്കുന്ന ഒരു വൃക്ഷമാണ് ഈന്തപ്പനയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പ്രയാണം ചെയ്യുന്നതിനിടയിൽ ഏലീം എന്നൊരു സ്ഥലത്ത് ആ ജനാവലി എത്തിച്ചു. ആ ജനാവലിക്ക് അവിടെ ആഹരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ വിഷണ്ണരായിരിക്കുന്ന മനുഷ്യർക്ക് അവിടെ ഉണ്ടായിരുന്ന 70 ഈന്തപ്പനയുടെ ഫലമാണ് അവരുടെ വിശപ്പ് മാറ്റിയത്, അവർക്ക് ആശ്വാസമായി തീർന്നത്. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, ഈ വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, ജീവിതത്തിൻ്റെ എത്ര കഠിനമായ പരിസരങ്ങളിലും ആയിരിക്കാം താങ്കളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ താങ്കളെ വേട്ടയാടുന്ന നിരവധി രോഗങ്ങളുണ്ടാകാം, സാമൂഹ്യപരമായ നിരവധി പ്രശ്നങ്ങളുണ്ടാകാം, താങ്കളുടേതായ നിരവധിയായ പ്രശ്നങ്ങൾ, ഈ വീഡിയോയിലൂടെ എനിക്ക് പങ്കുവയ്ക്കാൻ കഴിയാത്തതായ നിരവധി പ്രയാസങ്ങളിലൂടെ ആയിരിക്കാം താങ്കളുടെ ജീവിതം കടന്നു പോകുന്നത്. എങ്കിലും ഒരു കാര്യം വളരെ പ്രസ്താവ്യമാണ്, എത്ര കഠിനമായ കഠോരമായ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിലും അതിജീവനം സാധ്യമാണ്, അത് ഫലകരമായ ജീവിതം സാധ്യമാണ്, അനേകർക്ക് ആശ്വാസകരമായി തീരാൻ കഴിയുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതം സാധ്യമാണ് എന്ന ഒരു വസ്തുത ഈന്തപ്പന നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ സത്യങ്ങളിൽ ഒന്നാണ്. ഈന്തപ്പന ആ പ്രതികൂലമായ ഊഷരമായ കാലാവസ്ഥ സഹിച്ചുകൊണ്ട് അതോടെ നിൽക്കുക മാത്രമല്ല, മനോഹരമായ ഫലങ്ങൾ അത് പുറപ്പെടുവിക്കുകയാണ്. മാത്രമല്ല, ഈന്തപ്പനയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മുടെ നാട്ടിലെ കൽപ്പവൃക്ഷം പോലെ, തെങ്ങ് പോലെ തന്നെ ഉപയോഗപ്രദമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈന്തപ്പനയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമായിരിക്കുന്ന ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ താങ്കൾ അനേകർക്ക് എല്ലാ വിധത്തിലും ഉപയോഗമുള്ളവരായി താങ്കൾക്ക് മാറാൻ കഴിയും. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അത് പ്രയോജനമുള്ളവരായി മാറാനായിട്ട് കഴിയും. ഈ ഈന്തപ്പനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് പുറമേ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലായിരിക്കാം, പക്ഷേ അതിന് കരുത്തുള്ള ഒരു സ്റ്റമ്പ് ആ ഈന്തപ്പനയെ കരുത്തുള്ളതാക്കി മാറ്റുകയാണ്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ അത് ഭംഗിയില്ലാത്ത അനേക കാര്യങ്ങൾ നമുക്കുണ്ടാകാം, പക്ഷേ വളരെ ഒരു കരുത്ത്, ജീവിതത്തിൻ്റെ ഏതെല്ലാം സാഹചര്യങ്ങളോട് പോകുമ്പോഴും അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടുന്നത് വളരെ ആവശ്യകരമായ ഒരു വസ്തുതയാണ്. മാത്രമല്ല, വളരെ പ്രയാസം നിറഞ്ഞ ഈ ഘട്ടങ്ങളെ, കാലാവസ്ഥകൾ അതിജീവിക്കാൻ കഴിയത്തക്ക നിലയിൽ അതിൻ്റെ വേര് വഹിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വളരെ പ്രയാസം നിറഞ്ഞ ചൂടേറിയ ആ കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിയത്തക്ക നിലകളിൽ അതിൻ്റെ വേരുപടലങ്ങൾ ആ മരുഭൂമിയുടെ ആഴങ്ങളിലേക്ക് പാഞ്ഞ് ജലത്തിൻ്റെ നേരിയ കണങ്ങൾ പോലും ഒപ്പിയെടുത്തുകൊണ്ട് അതിനെ ഒരു പുഷ്കലമായ കാലഘട്ടത്തിന് വേണ്ടി അതിനെ ഒരുക്കിയെടുക്കത്തക്ക നിലയിൽ അതിൻ്റെ വേര് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മാത്രമല്ല, വീശിയടിക്കുന്ന മണൽക്കാറ്റിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട്
അത്തരം സാഹചര്യങ്ങളെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ആ വൃക്ഷം, ആ ഈന്തപ്പന എന്ന വൃക്ഷം മനോഹരമായ തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച എത്ര ഭംഗിയുള്ളതാണ്. സ്നേഹിതരെ, ഈന്തപ്പന നമ്മെ പഠിപ്പിക്കുന്ന ഈ മനോഹരമായ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം. കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുക.